എല്ലാവരും പറയും 1 ലക്ഷം കൊടുത്ത് 1,10,000 ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു തരണമെന്ന് പറഞ്ഞാൽ അത് പലിശയാണ്. അതിൻ്റെ മറ്റു രൂപങ്ങൾ ഇന്ന് നാട്ടിലുണ്ട്. എനിക്കൊരു വീട് വേണം, അപ്പോൾ ഒരാൾക്ക് ഒരു 5 ലക്ഷം രൂപ വേണം, വേറൊരാളുടെ കയ്യിലൊരു വീടുണ്ട്. ഞാൻ പറയാണിതാ, ഈ 5 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരും. ആ പണം എപ്പോഴാണോ നിങ്ങൾ തിരിച്ചു വരുന്നത് അതുവരെ ഈ വീട് നിങ്ങൾ ഉപയോഗിച്ചോളി. ഞാൻ കൊടുത്ത ഈ പണത്തിനു പകരമായി, ഞാൻ നൽകിയ 5 ലക്ഷത്തിനു പകരമായി ഈ വീട് ഞാൻ ഉപയോഗിക്കുന്നത് പലിശയാണ്. അത് നാട്ടിൽ സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ചില പ്രദേശങ്ങളിൽ അത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് വീട്ടിൽ താമസിക്കുന്നത്. ചില ഗൾഫുകാർ വരും 2 മാസത്തിനും 3 മാസത്തിനും. റെൻ്റ് കാർ എടുക്കുന്നതിനേക്കാൾ അവർക്ക് ലാഭം ഇതാണ്. അപ്പോൾ അവരുടെ ഏർപ്പാട്, ഒരു ഇന്നോവ 2 ലക്ഷം രൂപ ഞങ്ങൾ തരുന്നു, ആ കാറ് ഞാൻ വാങ്ങുന്നു, 2 മാസം ഈ കാറ് യൂസ് ചെയ്യുന്നു, തിരിച്ചു പോകുമ്പോൾ കാറ് കൊടുക്കുന്നു, പണം കിട്ടുന്നു. ഈ പണത്തിനു പകരം ഈ കാർ ഉപയോഗിക്കുന്നത്, ഈ വീട് ഉപയോഗിക്കുന്നത്, ഒരു നഫ്അ കൊണ്ടുവരുന്നത്, അതിനെയാണ് പലിശ എന്ന് പറയുന്നത്. അത് സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുന്നു. കുല്ലു ഖർളിൻ ജറ നഫ്അൻ ഫഹുവ റിബ. നമ്മളൊരു പണം നൽകുന്നതിൻ്റെ പകരമായി നമുക്ക് വരുന്ന ഒരു നഫ്അ, ഒരു ഉപകാരം, ആ ഉപകാരം, അതിനെയാണ് പലിശ എന്ന് പറയുന്നത്. 1 ലക്ഷം കൊടുത്ത് 1.10 വാങ്ങുന്നതും, 1 ലക്ഷം കൊടുത്ത് ഞാൻ കുറച്ചു കാലം ഒരു വീട് ഉപയോഗിക്കുന്നതും, ഒരു വാഹനം ഉപയോഗിക്കുന്നതും, ഇതെല്ലാം പലിശയുടെ ഇനത്തിലാണ് പെടുക. പക്ഷെ ഇതൊന്നും ചിന്തിക്കാതെ പലപ്പോഴും ഇതൊക്കെ വളരെ നിസ്സാരവൽക്കരിച്ച് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു.